എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. ഇതൊരു 1/2 കിലോ കടലയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളും അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിപ്പോൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല ഞാനിവിടെ നന്നായി കഴുകി വാരി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെകയ്ക്ക് എല്ലാത്തിലും കുറച്ചുകൂടെ വെള്ളം വേണം, എന്നാലേ നമുക്ക് കറക്റ്റ് ചാറൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മീഡിയം സൈസ് തക്കാളി, 3 മീഡിയം സൈസ് സവോള, 6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവോളയൊന്നും വലിയ കുഞ്ഞായിട്ടൊന്നും അരിയണ്ട, ഇച്ചിരി മുഴുപ്പിൽ തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് കുറച്ച് മസാലയൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതായത് കാശ്മീരി മുളക് പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 5-6 വിസിലടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഫുൾ എയർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു 5-8 വിസിലടിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വേവുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 6 വിസിലടിച്ച് കഴിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തക്കാളി അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒത്തിരി വെന്തലിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞൊരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് തിളപ്പിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതൊരു 2-3 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് 2-3 മിനിറ്റ് തിളക്കട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങ നന്നായിട്ട് അരച്ചെടുത്താണ്, ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമായിട്ട് അരച്ചെടുത്താണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിക്കണം കേട്ടോ. 5 മിനിറ്റ് തിളപ്പിച്ചാലേ ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ നമുക്കിതൊന്ന് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കടലക്കറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടുക് പൊട്ടിച്ചൊഴിക്കണം. പിന്നെ എരിവും അതുപോലെ മസാലയൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടായിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു 3-4 വറ്റൽമുളക് ഒന്ന് മുറിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇളക്കി കൊടുക്കേണ്ട, മൂടി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം.
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കൊഴുപ്പോടുകൂടി കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂട്ടത്തിലും അപ്പത്തിൻ്റെ കൂട്ടത്തിലും പുട്ടിൻ്റെ കൂട്ടത്തിലൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല കൊഴുപ്പും എല്ലാം ഉണ്ട്. പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു ഐറ്റവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.